കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെൻ എഫ് ഓഫ് എക്സ് ഈസ് എ സം ഓഫ് ടു ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ടാണ് എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഇത് എക്സിലുള്ള ഫംഗ്ഷനാണ്, ഇതും എക്സിലുള്ള ഫംഗ്ഷൻ. അപ്പം യു ഓഫ് എക്സ് പ്ലസ് വി ഓഫ് എക്സ് ഈ ഫോമിൽ വന്നാൽ നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ചെയ്യാവുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ suppose y is equal to x raised to sin x sin x raised to cos x. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് y is equal to u plus v എന്ന് എഴുതാം. ഇവിടെ u എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഇൻ x, v എന്ന് പറഞ്ഞാൽ another function in x, where u is equal to x raised to sin x and v is equal to sin x raised to cos x. അപ്പോൾ y നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കി u plus v എന്ന് എഴുതുന്നു. where u is x raised to x and v is sin x. അപ്പോൾ dy by dx നമുക്ക് എങ്ങനെ കാണാം? du by dx plus dv by dx. രണ്ട് ഫംഗ്ഷൻ്റെ സം വരുമ്പോൾ അവയുടെ ഡിഫറൻസിയേഷൻ എടുക്കാൻ ഓരോന്നിൻ്റെയും ഡിഫറൻസിയേഷൻ എടുത്ത് സം കണ്ടാൽ മതി. നമുക്ക് നേരത്തെ തൊട്ട് അറിയാവുന്നതാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി ഇനി നമുക്ക് ഓരോ ഫംഗ്ഷൻ എടുക്കാം. യു ഇസ് ഈക്വൽ ടു യു എന്തായിട്ട് നമ്മളെടുത്ത് എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡി യു ബൈ ഡി എക്സ് കാണുന്നത്? ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ എന്തെടുത്തിരിക്കണം? ലോഗരിതം എടുക്കണം. അപ്പം ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എങ്ങനെ എഴുതാം? ലോഗ് യു ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ എക്സ് ലോഗ് യു നമ്മൾ എഴുതും. ലോഗ് എക്സ് ആദ്യം പവർ എഴുതുന്നു, പിന്നെ ലോഗരിതം എഴുതുന്നു, പിന്നെ ബേസ് എഴുതുന്നു. ഇനി ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/u du by dx ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ അങ്ങനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ യുവും കൂടി ഇപ്പുറത്ത് കൊണ്ടുപോകും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ് എന്ന് എഴുതും. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഒന്നുകൂടെ എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത്? എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്, ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡി യു ബൈ ഡി എക്സ് കിട്ടും. ഇനി എന്തുകൂടെ കാണണം? ഡി വി ബൈ ഡി എക്സ് കൂടെ കാണണം. വി ഗിവൺ ദാറ്റ് വി ഈസ് ഈക്വൽ ടു വി എന്തായിട്ട് നമ്മളെടുത്ത്? സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡി വി ബൈ ഡി എക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എടുക്കാം. ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം അങ്ങനെ എഴുതാം? ലോഗ് വി ഈക്വൽ ടു പവർ ആദ്യം എഴുതിയാൽ കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച പോലെ 1/v dv by dx എന്ന് എഴുതായത്. ഇവിടെയും കോസ് എക്സ് ലോഗ് സൈൻ എക്സ് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കോസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. അപ്പോൾ ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/sin x എന്ന് എഴുതും.
സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡി വി ബൈ ഡി എക്സ് ഒന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? therefore dv by dx is equal to v into ഇവിടെ ഉണ്ടായിരുന്ന ഈ ഡിനോമിനേറ്റർ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററായി. ഇത് നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ്, അതായത് കോസ് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് എഴുതാം. എന്താണ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നുള്ളത് നമുക്ക് കോട്ടെക്സ് എന്ന് എഴുതാം. പ്ലസ് അടുത്ത ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. അപ്പോൾ വി ആയിട്ട് നമ്മൾ എടുത്ത് എന്താണ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. എന്നിട്ട് ഈ ബ്രാക്കറ്റുള്ള അതുപോലെ തന്നെ നമുക്ക് എഴുതാം കോസ് എക്സ് കോട്ടെക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി എക്സുമായി ഡി യു ബൈ ഡി എക്സുമായി നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? therefore equation 1 gives dy by dx is equal to, ആദ്യം നമ്മൾ ഡി യു ബൈ ഡി എക്സ് എഴുതണം. അത് എക്സ് റൈസ് ടു സൈൻ എക്സ്. അതിൻ്റെ ബാക്കി ഡെറിവേറ്റീവ് എഴുതുന്നത് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സിന് പകരം നമുക്ക് എഴുതാം സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് കോസ് എക്സ് കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് കാണുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ യു പ്ലസ് വി എന്ന് എഴുതുന്നു. അതിന് വൈ ഇസിക്കൽ യു പ്ലസ് വി എന്ന് എഴുതുന്നു. അതിന് ശേഷം നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ എടുത്തുണ്ട്, ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എടുത്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡി യു ബൈ ഡി എക്സും കാണുന്നു, ഡി വി ബൈ ഡി എക്സും കാണുന്നു. അതിനുശേഷം ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് അതിൻ്റെ സം കണ്ടാൽ മതി. നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, differentiate log x raised to x plus x raised to log x with respect to x. Log x raised to x plus x log x, x raised to log x with respect to x. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കണ്ടപ്പോഴേ മനസ്സിലായി രണ്ട് ഫംഗ്ഷൻ്റെ എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട് എഴുതും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, സപ്പോസ് y is equal to log x raised to x plus x raised to log x. പിന്നെ അതിന് നമുക്ക് u plus v എന്ന് എഴുതാം, where u is equal to log x raised to x and v is equal to x raised to log x. അങ്ങനെയാണെങ്കിൽ ഇപ്പം y is equal to u plus v എന്നാണെങ്കിൽ ഉടനെ നമുക്ക് dy by dx അങ്ങനെ എഴുതാം, du by dx plus dv by dx. ഇനി നമ്മൾ ഈ ഓരോ ഫംഗ്ഷൻ എടുക്കുക, u എടുക്കുക, v എടുക്കുക, u എടുത്തിട്ട് du by dx കാണുന്നു, v എടുത്തിട്ട് dv by dx, എന്നിട്ട് അതിൻ്റെ സം കണ്ടാകും. ഇവിടെ എന്താ u ആയിട്ട് എടുത്തിരിക്കുന്നത്? log x raised to x ആണ്.
ഇതൊരു ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ലോഗരിതം എടുക്കാം. അപ്പോൾ ലോഗ് യു ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും? 1/u du/dx. ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ നമുക്ക് du/dx അങ്ങനെ എഴുതാൻ നോക്കാം. Therefore, du/dx is equal to u into ഈ ഡിനോമിനേറ്ററിലുള്ള u പുറത്ത് കൊണ്ടുവരുന്നു. x and x cancelled each other, that is 1 plus log x. അപ്പോൾ u നമ്മൾ എന്തായിട്ട് എഴുതുക? log x raised to x into 1 plus log x. ഇതായിരിക്കും നമുക്ക് du/dx ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ പോർഷൻ കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ v എടുക്കുന്നു. v is equal to x raised to log x. അപ്പോൾ dv/dx എന്താണ്? ഇവിടെ നമുക്ക് ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് ആണ്. അപ്പോൾ log v, കാരണം എന്താണ്? ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ആദ്യം പവർ എഴുതുന്നു ഇൻറ്റു log x എന്ന് എഴുതും. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് with respect to x. ഇതിൽ നമുക്ക് വേണമെങ്കിൽ log x into log x എന്ന് പറഞ്ഞാൽ log x the whole square എന്ന് എഴുതാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/v dv/dx. log x the whole square ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതി. x raised to n ആണെങ്കിൽ nx raised to n minus 1 എന്ന് എഴുതും. 2 minus 1 1 ഇൻറ്റു ഈ log xൻ്റെ ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് 1/x. അപ്പോൾ dv/dx നമുക്ക് എങ്ങനെ എഴുതാം? v ഇൻറ്റു 2 log x/x എന്ന് എഴുതാം. v ഇൻറ്റു 2 log x/x. 2 log ന്യൂമറേറ്റർ 2 log x, ഡിനോമിനേറ്ററിൽ x. ഇനി v എന്താണ്? x raised to log x ആണ്. ഇൻറ്റു 2 log x/x. അപ്പോൾ നമുക്ക് du/dxുമായി dv/dxുമായി. ഇനി dy/dx കാണണമെങ്കിൽ ഇക്വേഷൻ 1 അനുസരിച്ച് dy/dx കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടിൻ്റെയും കൂടെ സം എടുത്താൽ മതി. Therefore dy/dx is equal to the sum of these two, that is log x raised to x into 1 plus log x plus dv/dx എന്ന് പറഞ്ഞാൽ എന്താ? x raised to log x 2 log x by x. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. Find dy/dx if x raised to y plus y raised to x is equal to 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ given that x raised to y plus y raised to x is equal to 1. ഇവിടെ നമുക്ക് മനസ്സിലായി രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട് എക്സും വൈയും ഒക്കെ രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സപ്പോസ് u പ്ലസ് v is equal to 1 where നമ്മൾ ആദ്യത്തെ u ആയിട്ട് എടുക്കും, രണ്ടാമത്തെ v ആയിട്ട് എടുക്കും. u is equal to x raised to y and v is equal to y raised to x. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ u ആയിട്ടും രണ്ടാമത്തെ ഫംഗ്ഷൻ v ആയിട്ടും എടുത്തു. റൈറ്റ് സൈഡിൽ മാറ്റി വന്നു ഇത് 1. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് ആണ് എന്നായിട്ടും ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്
വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എന്താ കിട്ടും? du/dx പ്ലസ് dv/dx. d/dx ഓഫ് 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 0 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് du/dx പ്ലസ് dv/dx = 0 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ എന്താണ് du/dxഉം എന്താണ് dv/dxഉം സെപ്പറേറ്റ് നോക്കാം. അവിടെ നമുക്ക് dy/dx കണ്ടുപിടിക്കാം. u ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? x⁻y ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ടേക്ക് log ഓൺ ബോത്ത് സൈഡ്സ്, ദാറ്റ് ഈസ് log u = പവർ ആദ്യം എഴുതി y × log x എന്നാണ്. ഇനി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് with respect to x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ ചെയ്ത പോലെ തന്നെ 1/u du/dx. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ഈസ് dy/dx. അപ്പോൾ du/dx കാണണമെങ്കിൽ എന്ത് ചെയ്യണം? u ഇൻറ്റു ഈ u അപ്പുറത്ത് കൊണ്ടിരിക്കുകയാണ്. y/x log x dy/dx. ദാറ്റ് ഈസ് എന്താണ് നമ്മൾ u ആയിട്ട് എടുത്തിരുന്നത്? x⁻y ആണ്. x⁻y ഇൻറ്റു y/x പ്ലസ് log x dy/dx. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്രാക്കറ്റൊക്കെ നീക്കി എഴുതിയാൽ ഇവിടെ y ഇൻറ്റു what is x⁻y/x? that means x⁻y minus 1 ആണ്. y into x⁻y-1 plus x⁻y log x dy/dx. log x dy/dx. അപ്പോൾ ഇതാണ് നമുക്ക് du/dx ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് dv/dx കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് രണ്ടിൻ്റെയും കൂടെ സം എടുത്താൽ 0 കിട്ടുമെന്നാണ്. അപ്പോൾ v ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? y⁻x ആണ്. ഇവിടെ നമ്മൾ ലോഗരിതം എടുക്കുകയാണ്. log v = പവർ ആദ്യം എഴുതി log y എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? നേരത്തെ ചെയ്ത പോലെ 1/v dv/dx. ഇത് പ്രോഡക്റ്റ് ടു ഫംഗ്ഷൻ ആയതിൻ്റെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ x ഇൻറ്റു log x ആയി നമ്മൾ 1/x എന്ന് എഴുതിയാൽ അതിനുശേഷം dy/dx കൂടെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മറന്നു പോകരുത്. കാരണം y വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് dy/dx കൂടെ എഴുതണം. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് log y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x ഈസ് 1. അപ്പോൾ നമുക്ക് ഇവിടുന്ന് dv/dx ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? dv/dx = v ഇൻറ്റു x/y dy/dx പ്ലസ് log y. അപ്പോൾ വിക്ക് വരെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v ആയിട്ട് നമ്മൾ എടുത്തിരുന്നത് എന്താണ്? y⁻x ആണ്. v എന്ന് പറഞ്ഞാൽ എന്താണ്? y⁻x ആണ്. x/y dy/dx പ്ലസ് log y. ഇവിടെ നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? dv/dx എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? x ആദ്യം എഴുതി. വാട്ട് ഈസ് y⁻x/y എന്ന് പറഞ്ഞാൽ എന്താണ്? y⁻x-1 ആണ്. ഇൻറ്റു dy/dx പ്ലസ് y⁻x log y. അപ്പോൾ നമുക്ക് ഇവിടെ du/dx കിട്ടി, dv/dx കിട്ടി. ഇനി ഇക്വേഷൻ 1 അനുസരിച്ച് ഫ്രം ഇക്വേഷൻ 1
ഇതിന് രണ്ടിൻ്റെയും കൂടെ സം du/dxൻ്റെയും dv/dxൻ്റെയും കൂടെ സം 0 ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് du/dx ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? y x⁻y - 1 പ്ലസ് x⁻y log x dy/dx പ്ലസ് അടുത്തെടുക്കുന്നു xy⁻x - 1 dy/dx ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ du/dxഉം dy/dxൻ്റെയും കൂടെ സം 0 ആണെന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? dy/dx ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് dy/dx കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ x⁻y log x എന്ന് കിട്ടും, ഈ ഒരു ഫംഗ്ഷൻ. പിന്നെ dy/dx ഉള്ള ഏതാണ്? ഈ xy⁻x - 1 dy/dx. ഈ ഒരു ടേം എടുക്കുന്ന dy/dx ഉള്ള അടുത്ത ടേം xy⁻x - 1 ഇവിടെയാണെങ്കിൽ x⁻y log. ഇപ്പോൾ ഈ രണ്ട് ടേമാണ് നമ്മൾ dy/dx ഉള്ളത്. ബാക്കിയുള്ള ടേംസ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ y⁻x log y, ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട് -yx⁻y - 1. അപ്പോൾ നമുക്ക് dy/dx കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് മൈനസ് ഇങ്ങനെ എഴുതിയാൽ yx⁻y - 1 പ്ലസ് y⁻x log y എന്ന് എഴുതാം. ഇത് നമ്മൾ മൈനസ് വെളിയിലെടുത്ത് എഴുതിയതാണ്. ഡിവൈഡഡ് ബൈ ഈ ക്വാണ്ടിറ്റി ഇതുപോലെ തന്നെ ഇങ്ങോട്ട് എഴുതും. ദാറ്റ് ഈസ് xy⁻x - 1 പ്ലസ് x⁻y log x. ഇതായിരിക്കും dy/dx. ഇത് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഈ ടേം ചെറിയൊരു ടേം ആദ്യം എഴുതി log x വരുന്ന പിന്നെ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് dy/dx നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Look at the third question. Differentiate sin x⁻x plus sin x all raised to x with respect to x. ഇവിടെ നമുക്കറിയാം രണ്ട് എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻ്റെ സം ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ u എന്നും ഇതിനെ v എന്നും പറഞ്ഞേക്കാം. അപ്പോൾ സപ്പോസ് y is equal to sin x⁻x sin x all raised to x, that is u plus v, where u is equal to sin x⁻x and v is equal to sin x all raised to x. ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് sin x⁻x ആണ്, ഇത് sin x all raised to x ആണ്. അപ്പോൾ dy/dx അങ്ങനെയാണ് കാണുന്നത്. dy/dx is equal to du/dx plus dv/dx. ഇതിലെ ഓരോന്നിൻ്റെ സം എടുക്കണം. du/dx ആദ്യത്തെ ഫംഗ്ഷൻ എടുത്ത് അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അടുത്ത v എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു, അതിൻ്റെയും ഡെറിവേറ്റീവ് dv/dx എടുത്ത് സം കണ്ടാൽ നമുക്ക് dy/dx കിട്ടും. ഓരോന്നും നമുക്ക് എടുക്കും. u is equal to sin x⁻x ആണ്. ഇതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഇവിടെ ലോഗരിതം എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ലോഗരിതം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സൈൻ ഓഫ് എ ഫംഗ്ഷനേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ പവറായിട്ട് വരുന്നില്ല. ഇത് sin x ആണ്, നമ്മളങ്ങനെ എഴുതും, cos x എന്ന് എഴുതുള്ളൂ. പിന്നെ dy/dx ഓഫ് x അങ്ങനെ കണ്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മളിവിടെ du/dx നേരിട്ട് കണ്ടാൽ മതി, ഇവിടെ ലോഗരിതം എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? സൈൻ. അതേസമയം ഇതാണെങ്കിലോ sin x raised to ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ. ഇത് ഇവിടെ വരുന്ന ആംഗിൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എഴുതിയാൽ സൈൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ sin x ആയാലും നമ്മൾ എന്ത് എഴുതിയതിനെ cos x എന്ന് എഴുതുകയുള്ളായിരുന്നു. അതിനുശേഷം d/dx ഓഫ് x⁻x. നമുക്കറിയാം x⁻x ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + log x ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് sin x ആയാലും നമ്മൾ cos x എന്ന് എഴുതിയതിനെ. അതിനുശേഷം ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് d/dx ഓഫ് x⁻x is equal to x⁻x into 1 + log x എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. a⁻x ആണ് നമ്മൾ അങ്ങനെ വന്നേ d/dx ഓഫ് a⁻x ആണെന്നെങ്കിൽ a⁻x into log ഇത് രണ്ടും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതി. അപ്പോൾ ഇതായിരിക്കും du/dx എന്ന്. ഇനി നമുക്ക് ഇത് കിട്ടി, ഇനി ഇതിവിടെ കാണണം. v is equal to v ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് sin x all raised to x ആണ്.
ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെടുക്കണം? ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് വി ഈസ് ഈക്വൽ ടു ആദ്യം പവർ എഴുതി പിന്നെ ബേസ് എഴുതും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ 1/v dv/dx ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റ് ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, ദാറ്റ് ഈസ് 1/sin x. sin x ൻ്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു log sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് x ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ഈസ് 1. സോ വാട്ട് ഈസ് dv/dx? സോ dv/dx ഈസ് ഈക്വൽ ടു v ഇൻറ്റു ഈ v അപ്പുറത്ത് കൊണ്ടുവരിക. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടൻ അങ്ങ് എഴുതാം, എക്സ് കോട്ട് എക്സ് എന്ന് എഴുതാം, cos x by sin x. അടുത്തത് പ്ലസ് ലോഗ് sin x. അപ്പോൾ നമുക്ക് du/dx കിട്ടി, dv/dx കിട്ടി. അപ്പോൾ ഇനി dy/dx ആണ് കാണേണ്ടത് ഫ്രം ഇക്വേഷൻ 1. dy/dx ഈസ് ഈക്വൽ ടു du/dx നമുക്ക് കിട്ടിയായിരുന്നു. ഇതാണ് cos x raised to x into x raised to x x raised to x 1 plus log x ആണ് പ്ലസ് dv/dx നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിക്ക് പകരം എഴുതണമായിരുന്നു. വി എന്ന് പറഞ്ഞാൽ എന്താണ്? sin x raised to x ആണ്. ഈ ബ്രാക്കറ്റിലുള്ള എക്സ് കോട്ട് എക്സ് പ്ലസ് ലോഗ് sin x. അപ്പോൾ അതിവിടെ എഴുതി കഴിഞ്ഞാൽ dv/dx ഈ വിക്ക് പകരം നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് sin x raised to x x cot x പ്ലസ് ലോഗ് sin x. ഇതായിരിക്കും dy/dx. du/dx നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതാണ് du/dx. dv/dx എന്ന് പറയുന്നത് ഇതാണ് sin x raised to x cot x പ്ലസ് ലോഗ് sin x. അപ്പോൾ ഈ രണ്ട് സം കൂടെ എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? dy/dx. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് x raised to s square minus 3 plus x minus 3 raised to s square with respect to x. എന്താണ് x raised to s square minus 3? s square minus 3 ആണ് പ്ലസ് x minus 3 all raised to s square with respect to x ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിലുള്ള രണ്ട് ഫംഗ്ഷനായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞാൽ ഞാൻ പറയും സപ്പോസ് y is equal to x raised to s square minus 3 plus x minus 3 raised to s square. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ u plus v എന്ന് എഴുതാൻ വേറെ u is equal to x raised to s square minus 3 and v is equal to x minus 3 raised to s square. അപ്പോൾ നമുക്ക് dy/dx കാണണമെങ്കിൽ എന്ത് ചെയ്യണം? du/dx പ്ലസ് dv/dx. നമുക്ക് ഓരോന്നെടുക്കാം. ആദ്യം u എടുക്കുന്നു. u is equal to x raised to s square minus 3. ഇനി അങ്ങനെയാണ് du/dx കാണുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഈ ലോഗരിതം എടുക്കുകയാണ്. ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ദാറ്റ് ഈസ് s square minus 3 പവർ ആദ്യം എഴുതി, അതിനുശേഷം ലോഗ് എഴുതി, ബേസ് കൂടെ എഴുതി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. നമ്മൾ എന്ത് കിട്ടും? 1/u du/dx. ഇത് പ്രോഡക്റ്റ് ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, ദാറ്റ് ഈസ് 2x. s സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, മൈനസ് 0 എന്ന് വരും. അപ്പോൾ du/dx കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? u ഇൻറ്റു u എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇച്ചിരി ഷോർട്ടായിട്ട് എഴുതാണ്, ഇത് ലെങ്തി പ്രോബ്ലം ആയതുകൊണ്ട്. യു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു എസ് സ്ക്വയർ മൈനസ് 3 എസ് സ്ക്വയർ മൈനസ് 3 ബൈ എക്സ് പ്ലസ് 2x ലോഗ് എക്സ്. ഇതാണ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡി വി ബൈ ഡി എക്സ് കൂടെ കാണണം. വി എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? വി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 റൈസ് ടു എസ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് വി ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ആദ്യം പവർ എഴുതി, പിന്നെ ലോഗ് എഴുതി, ബേസ് എഴുതി. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എന്ത് വരും? 1/b dv by dx is equal to ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. ഇപ്പോൾ ലോഗ് എക്സ് ആണെങ്കിൽ 1/x എന്ന് എഴുതും. അതിൻ്റെ എക്സ് മൈനസ് 3 ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് പ്രത്യേകിച്ച് എഴുതുന്നില്ല. പ്ലസ് ലോഗ് എക്സ് മൈനസ് 3 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് 2x. ഡിഫറൻസിയേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഡെറിവേറ്റീവ് ഒക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വി അങ്ങോട്ട് കൊണ്ടുപോകും. വി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എക്സ് മൈനസ് 3 ഹോൾ റൈസ് ടു എസ് സ്ക്വയർ ആണ്. എസ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 3 പ്ലസ് 2x ലോഗ് എക്സ് മൈനസ് 3. അപ്പോൾ ഇതാണ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 അനുസരിച്ച് ഫ്രം ഇക്വേഷൻ 1 വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിൻ്റെ കൂടെ സം ആണ്. ഡി യു ബൈ ഡി എക്സ് ദാറ്റ് ഈസ് എക്സ് റൈസ് ടു എസ് സ്ക്വയർ മൈനസ് 3 എസ് സ്ക്വയർ മൈനസ് 3 ബൈ എക്സ് പ്ലസ് 2x ലോഗ് എക്സ്. ഇനി ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതുന്നത് മൈനസ് 3 റൈസ് ടു എസ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 3 പ്ലസ് 2x ലോഗ് എക്സ് മൈനസ് 3. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇതിനെ നമ്മൾ ആദ്യത്തെ ഒരു ഫംഗ്ഷനെ ഇത് രണ്ടും എക്സിലുള്ള പവർ ആയതുകൊണ്ട് ഇതിനെ യു എന്നും ഇതിനെ വി എന്നും നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ യു പ്ലസ് വി എടുത്തു, ഡി യു ബൈ ഡി എക്സ് കൊണ്ട് ഡി വി ബൈ ഡി എക്സ് എടുത്ത് സം കണ്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്.